നന്നായി പ്രാർത്ഥിച്ചു. എന്റെ ദേവി, എന്റെ മോൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ സ്കൂൾ ഫീസ് 1.5 ലക്ഷം എന്ന് പറയുമ്പോ എന്റെ കഴിവിലും കൂടുതലാ അത്. എന്റെ കയ്യിൽ 50,000 രൂപയേ ഉള്ളൂ. ബാക്കി പണത്തിന് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി കാണിക്കണേ ദേവി. എന്റെ മോൾ ആഗ്രഹിച്ച സ്കൂളിൽ അവൾ പഠിക്കണം. ഇതാമേ. എനിക്ക് വേണ്ടടാ. അമ്മേ, അതേക്കുറിച്ച് എന്നെ ആലോചിച്ചിരിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ഒരുപാട് ദൂരെയാണെന്ന് വിചാരിക്കാതെ നമ്മുടെ അടുത്തുണ്ടെന്ന് ചിന്തിക്കേ. എല്ലാം ശരിയാവും അമ്മേ. നിലക്കുട്ടി, നല്ലോണം പ്രാർത്ഥിച്ചില്ലേ? നന്നായി പ്രാർത്ഥിച്ചല്ലോ. ശരി, ദേവിയോട് എന്താ പ്രാർത്ഥിച്ചേ? എന്റെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. ചക്കരക്കുട്ടി വാ. ചക്കരക്കുട്ടി, വേഗം അമ്മയ്ക്കൊരു ഉമ്മ തന്നേ. അമ്മയുടെ ചക്കരയാ. അമ്മേ, ഇനി പോവാമേ. വാ. ഇറങ്ങു മോളെ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. പോവാ അമ്മേ. അമ്മ ഒരു മിനിറ്റ് നിൽക്കേ. ചേട്ടാ, ഓട്ടോ പോവോ? ഇതിൽ വന്ന അയാൾ അകത്തോട്ട് പോയിരിക്കുക. അതിന്റെ വെയിറ്റിംഗ്. ഓ അതെയോ? അയാള് വെയിറ്റിംഗിലാണെന്നാ പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഓട്ടോ വരുന്നുണ്ടോ നോക്കാം. ശരി, നോക്കാം. എടാ, വിജി. അമ്മേ, വിജിയെ പോലെ ഉണ്ടടാ. അമ്മ എന്താ ഈ പറയുന്നേ? അമ്മ നിക്ക്. അമ്മേ, ആരെ കണ്ടാലും വിജി എന്ന് പറയല്ലേ അമ്മേ? നമ്മുടെ വിജിയാടാ. അമ്മേ, എന്താ ഈ പറയുന്നേ? ചേച്ചി അതിന് തേക്കടിയിലല്ലേ ഉള്ളത്. ചേച്ചി ഇങ്ങനെ ഇവിടെ വരിക? ഞാൻ അമ്മയോട് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ചേച്ചി പറഞ്ഞ മനസ്സിലേക്ക് കൊണ്ടുവരാന്ന്. വിഷമിക്കാതമ്മേ. അല്ലടാ, അത് വിജിയെ പോലെ തന്നെ. അമ്മ എന്താ ഈ പറയുന്നേ? ശരി, അതൊക്കെ പിന്നെ ആവട്ടെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. ഓട്ടോ. ഗോവിന്ദ സാർ, കവിനെ പിക്കപ്പ് ചെയ്യാൻ കാറ് പോയല്ലോ അല്ലേ? അരമണിക്കൂർ മുമ്പേ പോയി സാർ. ഫോറിൻ ക്ലയന്റിന്റെ കോൾ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി അവൻ ദേഷ്യപ്പെടുമെന്ന് അറിയില്ല. ഈ ലോകത്തിൽ നിന്നെ മനസ്സിലാക്കിയത് എനിക്ക് ശേഷം അവൻ മാത്രമാ. അതുകൊണ്ട് കവിന് നിന്നോട് ഒരു ദേഷ്യവും ഉണ്ടാവില്ല. സാറേ, എന്താ ഇത്? ഫയലാണ് സാർ. അതെനിക്കറിയാം. കമ്പനിയുടെ അക്കൗണ്ട്സ് ഫയലാണോ കമ്പനി സ്റ്റാഫ് സാലറി ഫയലാണോ? ഓഫീസിലെ അക്കൗണ്ട് ഫയലാണ് സാർ. ഇത് ദേവേനയല്ലേ നോക്കുന്നത്? എന്തിനാ എന്നെ കാണിക്കുന്നത്? മേഡം വേറെ ജോലിയിൽ ബിസി ആയതുകൊണ്ട് സാറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അയ്യോ, മണി 5 കഴിഞ്ഞല്ലോ. എന്റെ പേരക്കുട്ടി ഇതുവരെ വന്നില്ല. ആ 100 ആയിസാ. എന്റെ പൊന്നുമും വന്നു. വന്നല്ലോ, എന്റെ നരകാസുരം വന്നല്ലോ. വാ 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 വാ. വാ 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 വാ.
ഈ കുട്ടിച്ചാത്തൻ വീട്ടിലേക്ക് വരുമ്പോ ഇവർക്കെല്ലാവർക്കും സന്തോഷ. പക്ഷെ എനിക്കാണെങ്കിൽ നെഞ്ചു കിടന്ന് പിടയ്ക്കുക. ശ്ശോ. അച്ഛനൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നടാ, അതുകൊണ്ടാണ് എനിക്ക് വരാൻ. അയ്യോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാത്തന്റെ ദേഷ്യം തോന്നുന്നു. കവിമോനെ, മുത്തശ്ശി ഒരു ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ. നോട്ടം കണ്ടില്ലേ? എടാ കവിനെ, എന്താടാ ഉണ്ടായേ? എന്താ നീ വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നേ? അവനെന്ത് ചെയ്യാനാ? അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ നിന്നോട് തന്നെയാ. എന്ത് പറ്റി നിനക്ക്? കവിമോനെ, എന്താ പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ മുത്തശ്ശിക്ക് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഡാ, എന്താന്നങ്ങ് പറയടാ, വലിയ ജാട കാണിക്കാതെ. എന്താ കവിൻ സാറേ? സാധാരണ രാവിലെ സ്കൂളിൽ പോകുമ്പോ സ്വന്തം കപ്പൽ മറിഞ്ഞതുപോലുള്ള ഒരു മുഖഭാവ. ഇന്ന് സ്കൂൾ വിട്ട് തിരിച്ചു വന്നപ്പോ ഒരു ശോകഭാവമാണല്ലോ മുഖത്ത്. മിസ് ചീത്ത പറഞ്ഞാണ് അല്ലേ? ഗോവിന്ദ. സർ. ഹലോ കവിൻ, നിനക്ക് എന്താ പറ്റിയേ? സ്കൂളിൽ നിന്ന് ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. ഇയാൾക്കെന്താ മലയാളം അറിയാൻ പാടില്ലേ? വേറെന്താടാ കവിനെ? അച്ഛനോട് പറ. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നിന്നോട് വഴക്കുണ്ടാക്കിയോ? അതുമല്ലേ, പിന്നെന്തായിരിക്കും? ഒന്ന് പറയടാ മോനെ, നിന്റെ പ്രശ്നം എന്താ? നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരുന്നാ ഈ വീട്ടില് കറണ്ട് പോയതുപോലെ ഉണ്ടാവും. എന്താന്ന് പറ. എന്താന്ന് വെച്ചാ പറയടാ. എനിക്ക് എല്ലാ സബ്ജക്റ്റിലും ഹോംവർക്ക് ചെയ്യാൻ തന്നു മുത്തശ്ശി. ആ ഞാൻ മാത്രം വിചാരിച്ച എല്ലാ ഹോംവർക്കും എങ്ങനെ ചെയ്യാൻ പറ്റാ? നല്ല കാര്യമല്ലേ ടീച്ചർ ചെയ്തത്? അല്ല കൊച്ചു സാറേ, ഓം വാട്ടർ കുടിക്കേണ്ട ഈ പ്രായത്തില് ഇത്രയും ഹോംവർക്ക് തന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കവിൻ, ഇതിനാണോ നീ ഇത്രയും വിഷമിച്ചിരിക്കുന്നേ? അത് നമുക്ക് നോക്കാടാ. നോക്കാന്ന് വേണ്ട, എന്ത് ചെയ്യാനാ? എല്ലാ സബ്ജക്റ്റിന്റെയും ഹോംവർക്ക് ചെയ്തോണ്ട് വന്നില്ലെങ്കിൽ ക്ലാസ് മിസ് എന്നെ അടിക്കൂന്നാ പറഞ്ഞേക്കുന്നത്. എന്ത് അടിക്കുന്നോ? ഇന്ന് ഞാൻ അവരുടെ വിക്രം, മുത്തശ്ശി, നിന്റെ മകൻ എപ്പോഴും ഒടുക്കത്തെ തള്ള. മിസ് ഇവനെ അടിക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ എക്സ്ട്രാ കയ്യിന്ന് എടുത്തിരുന്നതാ. നീ മോഷൻ നിയന്ത്രിക്ക്. ചുമ്മാ അവനെ കൂളാക്കാനുള്ള ഒരു ആക്ടിംഗ് അല്ലേ മുത്തശ്ശി? നമ്മളെ തന്നെ നോക്കുക. നീ എന്തെങ്കിലും പറഞ്ഞെന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. കവിൻ, ക്ലാസ് മിസ്സിന്റെ പേരെന്താന്ന് പറഞ്ഞേ?